അങ്ങനെ നമുക്ക് ലാസ്റ്റ് നമ്മുടെ ഗോപ്രോ റീപ്ലേസ് ചെയ്ത് ഇതാക്കിയിട്ടിരിക്കുന്നു. നമ്മളിപ്പോൾ ആ ഗോപ്രോയിലാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഗോപ്രോ ഹീറോ 9 ആയിരുന്നു നമ്മൾ കുറച്ച് നാൾ മുമ്പ് മേടിച്ചിരുന്നത്. അപ്പോൾ അതിന് പെട്ടെന്ന് ഒരു കംപ്ലൈൻറ്റ് വന്നു. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഫ്ലിക്കർ അടിച്ചതുപോലെ വന്നിട്ട് നിന്ന് ഓഫായി പോകുന്ന ഒരവസ്ഥയായിരുന്നു. ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല, ഒന്നും. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ഓണാക്കാൻ പോലും പറ്റാതെയായി. അപ്പം തന്നെ ഓണാക്കുമ്പോൾ തന്നെ ഫ്ലിക്കർ അടിച്ചിട്ട് ക്യാമറ തന്നെ ഓഫായി പോകുന്ന അവസ്ഥയായിരുന്നു. പെട്ടെന്ന് പേടിച്ചു പോയി, എന്താ ചെയ്യേണ്ടതെന്നൊരു പിടിയില്ലാതെയായി പോയി. അപ്പം തന്നെ യൂട്യൂബിൽ നോക്കി നമ്മുടെ ഇവിടെ സർവീസ് സെൻറ്റർ കാര്യങ്ങളുണ്ടോയെന്ന്. അപ്പോൾ എനിക്ക് തൃശ്ശൂരുള്ളൊരു KECEE സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് ഒരു സർവീസ് സെൻറ്ററിൻ്റെ ഒരു ഡീറ്റെയിൽസ് കിട്ടി. അവരെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേനും അവർ പറഞ്ഞു ഇത് റീപ്ലേസ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് ഞാൻ ഈ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചിട്ട് അറിയുന്നത്. അവരതിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു. ഇങ്ങനെയാണ് ആദ്യം നമ്മൾ ഇത് ചെയ്യണം, അത് ചെയ്യണം, എല്ലാം പറഞ്ഞു തന്നു ഡീറ്റെയിൽഡായിട്ട്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പുതിയൊരു ഗോപ്രോ റീപ്ലേസ് ചെയ്ത് കിട്ടിയിരിക്കുന്നത്. അവിടെ നിന്ന് അവരയച്ചത് വലിയ ആകാംക്ഷയോടുകൂടി തുറക്കാൻ പോവാണ്ടോ. പെട്ടിക്കകത്തൊരു കുഞ്ഞി പെട്ടി. baby. നല്ലൊരു പാക്കിങ് അടിപൊളിയായിട്ടാണ് അവർ നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ഗോപ്രോയുടെ ബാറ്ററി തന്നെയാണ് ഇതിനും ഇടുന്നത്. നമ്മൾ ബോഡി തന്നെയാണ് അയച്ചത്. ഇതിട്ടപ്പോൾ ഓണാക്കേ അത് ഓഫാക്കിയിട്ട് ഓണാക്കേ. പഴയതുപോലെ തന്നെയാണല്ലോ വന്നേ. ബാറ്ററിക്ക് കുഴപ്പമുണ്ടാവും. വെക്കണ്ട ഒത്തിരി വെക്കണ്ട. സന്തോഷമായി. എടാ അത് തന്നെയാണോ ഇനി തിരിച്ചു വന്നേ? നോക്കണ്ടേ? സീരിയൽ നമ്പർ നോക്കണ്ടേ? നോക്കണം. സീരിയൽ നമ്പർ ഇതിനകത്ത് നമ്മൾ ജസ്റ്റ് വെറുതെ പേടിച്ചതാണ് കേട്ടോ. പുതിയ ബോഡി തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ വന്നപ്പോൾ ജസ്റ്റ് കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ തന്നെ നമ്മളിത് ബാറ്ററി എന്നല്ലാതെ നമ്മൾ നേരിട്ട് ഇങ്ങനെ ചാർജർ വഴി നോക്കി. അപ്പോൾ കുഴപ്പമില്ല. വീഡിയോയും റെക്കോർഡ് ചെയ്ത് നോക്കി, കുഴപ്പമില്ല, വർക്കിംഗ് ആണ്. അപ്പോൾ ആശ്വാസമായി. നമ്മുടെ ബോഡിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പുതിയൊരു ബാറ്ററി മേടിച്ചാൽ മതിയല്ലോ. നേരത്തെ കംപ്ലൈൻറ്റ് വന്ന ഗോപ്രോ നമ്മൾ ഇതുപോലെ നോക്കിയായിരുന്നു. പിന്നെ വേറെ ബാറ്ററിയിൽ നോക്കി, മാക്സിമം അങ്ങനെ ഒക്കെ നോക്കിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ലായിരുന്നു. ബാറ്ററിക്കും കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു എന്നിപ്പോഴാണ് മനസ്സിലാകുന്നത്. അങ്ങനെ നമ്മൾ ആ പുതിയ ബാറ്ററി മേടിച്ച് വീഡിയോ എടുത്ത് നോക്കുവാണ്. കുഴപ്പമൊന്നുമില്ല, സെറ്റാണ്. അപ്പോൾ ഇനി നമുക്ക് പുതിയ ഗോപ്രോ കിട്ടാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നേരെ പോയിട്ട് ഗോപ്രോ സപ്പോർട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. ആദ്യത്തെ റിസൾട്ടിൽ കയറുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. നേരെ പോയിട്ട് ഗോപ്രോ സപ്പോർട്ട് ഒന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റത്തെ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുക. നേരെ താഴത്തോട്ട് വരിക. ഐ വാണ്ട് ടു ഡിസ്കസ് ആൻ എക്സിസ്റ്റിംഗ് കേസ്. പിന്നെ ഒരു പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. റീസൺ ഫോർ കോണ്ടാക്റ്റ് എന്തായാലും ക്യാൻ ടേക്ക് വീഡിയോസ് വിത്ത് ഗോപ്രോ. എന്നിട്ട് ഫസ്റ്റ് നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം കൊടുക്കുക, ഫോൺ നമ്പർ, ഇമെയിൽ, പിന്നെ കോണ്ടാക്റ്റസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ 2 ഓപ്ഷൻ കാണിക്കും. ഇതിൽ റിക്വസ്റ്റ് എ കോള് കൊടുക്കണം. നമുക്ക് അതായിരിക്കും ബെറ്റർ. പിന്നെ അവർ നമ്മളെ വിളിച്ചോളും. കോൾ ചെയ്യാനുള്ള ഓപ്ഷനാണ് എടുത്തത്. നമ്മുടെ അടുത്ത് എല്ലാവരും പറഞ്ഞ് കോൾ ചെയ്യാനുള്ള ഇത് തന്നെ കൊടുക്കണം, മറ്റേത് നമുക്ക് കിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അറിയത്തില്ല, എന്താണേലും കോൾ ചെയ്യാനുള്ള ഇത് തന്നെ കൊടുത്തു. രാവിലെ ഒരു 6 മണി സമയത്താണ് ഞാനിത് നോക്കിയത്, ഇങ്ങനെ ചെയ്തത്. അത് രാവിലെ തന്നെ നോക്കാൻ എല്ലാവരും പറഞ്ഞു. അപ്പോൾ നമ്മൾ
അതുപോലെ തന്നെ നോക്കി. അത് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ നിന്ന് കോൾ വന്നു. അവർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചോദിച്ചു, എന്താണ് പ്രശ്നം, വെള്ളത്തിലിട്ടായിരുന്നു ക്യാമറ, പിന്നെ SD കാർഡും ബാറ്ററി. അതാണ് ആദ്യം പറഞ്ഞത്. SD കാർഡും ബാറ്ററി ഒന്ന് റിമൂവ് ചെയ്തിട്ട് ഒന്നുകൂടി ഇട്, അതുപോലെ SD കാർഡ് ഒന്ന് ഫോമാറ്റ് ചെയ്യും, വേറെ കാർഡ് ഇട്, വേറെ ബാറ്ററി ഇട്ട് നോക്കി. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു. നമ്മൾ ഇതെല്ലാം ചെയ്ത് നോക്കി, രക്ഷയില്ല. എന്നിട്ടും ഇതേ വിഷയം തന്നെയാണ് കാണിക്കുന്നത്, ഫ്ലിക്കർ അടിച്ചിട്ട് ഓഫായി പോവുക, അങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒരു രക്ഷയില്ല, എല്ലാം നോക്കി, ബാറ്ററി മാറ്റിയിട്ടു, SD കാർഡ് മാറ്റിയിട്ടു, ഫോമാറ്റ് ചെയ്തു, അതുപോലെ നേരെ ഇത് ബാറ്ററി ഇല്ലാതെ അങ്ങനെ ചാർജിങ് കേബിൾ വഴി അങ്ങനെ നോക്കി, ഒരു രക്ഷയില്ല, എല്ലാ ഇതും നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെ അവർക്ക് നമ്മുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായി. പിന്നെ അപ്പോൾ തന്നെ നമ്മുടെ അഡ്രസ്സ് വെരിഫൈ ചെയ്യാനായിട്ട് അവർ നമ്മുടെ മെയിലിലേക്ക് ഒരു ലിങ്ക് അയച്ചു. അതിൽ കയറിയിട്ട് നമ്മൾ അതിനുള്ള കാര്യങ്ങളൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇപ്പോൾ വേറൊരു മെയിൽ വരും, അതിലേക്ക് നിങ്ങളുടെ ക്യാമറയുടെ സീരിയൽ നമ്പർ കാണുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോയും പിന്നെ നമ്മുടെ വാങ്ങിച്ചതിൻ്റെ ഇൻവോയ്സ് കൂടി ഒന്ന് ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അതപ്പോൾ തന്നെ അയച്ചു കൊടുത്തു. അപ്പോൾ തന്നെ പുള്ളിക്കാരൻ പറഞ്ഞു, ഇപ്പോൾ വേറെ ഒരു മെയിൽ വരും, അതിനകത്ത് നമുക്ക് RMA ഫോമും അതേപോലെ റിട്ടേൺ ലേബലും അവർ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. ഇതുകൂടി നമ്മൾ ആ പായ്ക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് അതിൻ്റെ പുറത്തായിട്ട് ഒട്ടിച്ചിട്ട് വേണം നമ്മൾ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ നമ്മൾ കൊടുത്തു. UPS കൊറിയർ സർവീസ് വഴിയാണ് ഈ ഗോപ്രോ നമ്മൾ അയച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് അയച്ചു കൊടുക്കുന്നതിനോ ഒന്നിനും തന്നെ നമുക്ക് ചിലവില്ല, എല്ലാം ഗോപ്രോയുടെ വകയാണ്. പിന്നെ നമുക്കൊരു 3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ നമ്മുടെ ക്യാമറ റീപ്ലേസ് ചെയ്ത് കിട്ടി, പുതിയൊരു ക്യാമറ കിട്ടി. അപ്പോൾ ഇത്രയുള്ള പരിപാടി സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. വേറെ ഗോപ്രോ സപ്പോർട്ടിൽ കയറിയിട്ട് നമ്മൾ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. അവർ ഇത് രാവിലെ തന്നെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അങ്ങനെയാണ് നമ്മൾ ആ സമയത്ത് കുറേ പേരെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എല്ലാവരും തന്നെ പറഞ്ഞത് രാവിലെ തന്നെ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യാം. നമുക്കിങ്ങനെ ഈസി ആയിട്ട് നമ്മുടെ ഗോപ്രോ റീപ്ലേസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഗോപ്രോ ഇങ്ങനെ സീനായിട്ടിരിക്കുവാണെങ്കിൽ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ ഇത് ചെയ്യാൻ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാറണ്ടി പീരീഡ് കഴിഞ്ഞ് നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഗോപ്രോ നമ്മുടെ കേരളത്തിൽ നമുക്ക് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ തൃശ്ശൂരിലെ സർവീസ് സെൻ്ററുമായിട്ട് ബന്ധപ്പെടാം. അവർ നിങ്ങളെ സഹായിക്കും.